പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നത് വൻ തട്ടിപ്പും ക്രമക്കേടുമെന്ന് തെളിയിക്കുന്ന കണക്കുകൾ പുറത്ത്. പരിപാടിയിൽ അടിമുടി ദൂർത്തെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാണ്. നടക്കാത്ത പരിപാടിയുടെ പേരിൽ ബില്ല് എഴുതി ചേർത്തപ്പോൾ നടത്തിയ പരിപാടിക്ക് കണക്കുമില്ല. ഇങ്ങനെ വ്യാപക പൊരുത്തക്കേടുകൾ പുറത്തു വന്നതോടെ കണക്കുകളിൽ വ്യക്തത തേടാൻ ദേവസ്വം ബോർഡ് അടിയന്തര യോഗം വിളിച്ചു. വാങ്ങിയ അഡ്വാൻസ് തുക തിരിച്ചടച്ചു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മറുപടി. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് കണക്കുകളിൽ ക്രമക്കേടിന്റെയും ധൂർത്തിന്റെയും ഘോഷയാത്ര. വിവിധ ആവശ്യത്തിനായി കൊടുത്തു തീർത്തത് 6.64 കോടി രൂപ. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 4.35 കോടി. അതായത് ഓഡിറ്റിൽ മൊത്തം ചെലവ് 11 കോടിയോളം വരും. എന്നാൽ കഴിഞ്ഞ നവംബറിൽ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ കണക്കിൽ ആകെ ചെലവ് 4.99 കോടി രൂപ മാത്രം. ഇതിൽ 3 കോടി രൂപ കൊടുത്തു തീർത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ കണക്കിൽ വ്യക്തത തേടി ദേവസ്വം ബോർഡ് അടിയന്തര യോഗം വിളിച്ചു. പരിപാടി നടത്തിയ ഊരാളുങ്കലിന് കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയും ഓഡിറ്റിംഗ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേറ്റ് എന്ന സ്ഥാപന പ്രതിനിധികളും ചൊവ്വാഴ്ച യോഗത്തിൽ പങ്കെടുക്കും. കണക്കുകളിൽ വ്യക്തത തേടുന്നതിനൊപ്പം ഊരാളുങ്കലിന് നൽകാനുള്ള പണത്തിൽ കുറവ് വരുത്താനാകുമോ എന്നതുമാണ് യോഗത്തിന്റെ ലക്ഷ്യം. സംഗമത്തിന്റെ ഭാഗമായി നടന്ന കലാപരിപാടികളുടെ മറവിൽ പണം തട്ടിയോ എന്നും സംശയമുണ്ട്. നടക്കാത്ത ഭജനയ്ക്ക് നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തെന്നാണ് ഒരു ബില്ലിൽ പറയുന്നത്. അന്ന് വേദിയിൽ ഭക്തിഗാന സദസ്സ് അവതരിപ്പിച്ചത് ഗായകൻ ഇഷാൻ ദേവും സംഘവുമായിരുന്നു. കൂടാതെ വിജയ് യേശുദാസ്, വീരമണി തുടങ്ങിയവരുടെ പാട്ടും. ഇത് പരിപാടിയുടെ ചെലവിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. അതിഥികൾക്ക് 37 ലക്ഷം രൂപയ്ക്ക് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തതായി പൊതുഭരണ വകുപ്പ് കണക്കിൽ പറയുന്നു. എന്നാൽ ഇതിന്റെ പണം ആര് നൽകിയെന്നതിലും വ്യക്തതയില്ല. ദേവസ്വം കമ്മീഷണറുടെ കണക്കിൽ 24 ലക്ഷം രൂപ റൂം എടുത്ത വകയിൽ പൊതുഭരണ വകുപ്പിന് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.